ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരെയും ആലത്തൂരെയും പരാജയത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. തൃശൂരിൽ ടി.എൻ. പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെയാണ് പ്രതിഷേധം. ആലത്തൂരെ പരാജയത്തിന് കാരണം സ്ഥാനാർത്ഥിയുടെ പിഴവുകളാണെന്ന് പാലക്കാട് DCC അധ്യക്ഷൻ A. തങ്കപ്പൻ തുറന്നടിച്ചു. പിഴവുണ്ടെങ്കിൽ നേരത്തെ പറയണമായിരുന്നു എന്നാണ് രമ്യ ഹരിദാസിന്റെ മറുപടി. UDF 18 സീറ്റുകൾ നേടിയെങ്കിലും തൃശൂരിൽ 3ാം സ്ഥാനത്തായതും ആലത്തൂരിൽ പരാജയപ്പെട്ടതും കോൺഗ്രസിൽ വൻ വിവാദത്തിനാണ് വഴിവെച്ചത്. തൃശൂരിൽ ടി.എൻ. പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ടി.എൻ. പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ലെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നുമാണ് പോസ്റ്റർ. ഇരു നേതാക്കൾക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് പരസ്യമായി രംഗത്തെത്തി. DCC ഓഫീസിന് മുന്നിലായിരുന്നു വാർത്താ സമ്മേളനം. അരിമ്പൂര് പഞ്ചായത്തിൽ പര്യടനം നടക്കുമ്പോൾ ആ അരിമ്പൂര് പഞ്ചായത്തിലെ പര്യടനത്തിൽ നിന്ന് K. മുരളീധരന് ഇറങ്ങിപ്പോണ്ടി വരികയാണ്. ആളില്ല. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് സ്ഥാനാർത്ഥിയല്ലല്ലോ. ഇപ്പൊ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് വിവാദത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് PC വിശ്വനാഥ് MLA ആവശ്യപ്പെട്ടു. പാലക്കാട്ടെ തിളക്കമാർന്ന വിജയത്തിന്റെ ശോഭ കെടുത്തുന്നതാണ് കോൺഗ്രസിന് ആലത്തൂരിലെ തോൽവി. കൂടുതൽ വിലയിരുത്തലുകളിലേക്ക് കടക്കും മുൻപേ വീഴ്ച പറ്റിയത് സ്ഥാനാർത്ഥിക്കാണെന്ന് ജില്ലാ നേതൃത്വം വിമർശിച്ചു. മുതിർന്ന നേതാക്കൾ നൽകിയ നിർദ്ദേശങ്ങൾ പലപ്പോഴും രമ്യ ഹരിദാസ് പാലിച്ചിരുന്നില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. സംഘടന കുറവല്ല, അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് സംഘടനയുടെ ശക്തി കുറവ് കൊണ്ടല്ല അവിടെ തോറ്റത്. ചില കാര്യങ്ങളിൽ അവർ തിരുത്തേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ കുറവാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് വിശ്വാസം. വിമർശനങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കേണ്ടിയിരുന്നത് പാർട്ടി യോഗത്തിലാണെന്ന് രമ്യ ഹരിദാസ്. അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടി വേദികളിലാണ് പറയുക. ഒറ്റയ്ക്ക് നിന്നാലും തനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ് പറഞ്ഞു. കോൺഗ്രസ് വീഴ്ചയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നും AV ഗോപിനാഥ് കൂട്ടിച്ചേർത്തു. 24 പാലക്കാട്, തൃശൂർ.